ഇന്ന് കോൺഗ്രസിൽ സജീവമായിട്ടുള്ള ഏറ്റവും മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ മറ്റാരായാലും ഇവിടെ അടുത്ത 40 ദിവസം വന്നാലും ഒരു കാര്യവുമില്ല. കാര്യം ഇവിടെ ശ്രീ നരേന്ദ്രമോദിജി ആണ് എനിക്ക് പ്രചരണത്തിന് ആദ്യത്തെ ദിവസം വന്നത്. പിതാവിന്റെയും പുത്രന്റെയും രക്ഷ ഈ ദുനിയാവിലെ ചേട്ടൂന് എപ്പോഴും ഉണ്ടാവും. അത് അദ്ദേഹം വന്ന 1 മിനിറ്റിന്റെ ഇമ്പാക്ട് പോലും വേറെ ഒരു നേതാവും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇതൊക്കെ കാണാനും കേൾക്കാനും മേളിലൊരാളുണ്ടേ. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്, ചിലപ്പോ ഫലിച്ചേക്കും. ശ്രീ നരേന്ദ്രമോദിജി വരുമ്പോൾ മറ്റാര് വന്നാലും എന്ത് കാര്യം? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. അതിന് കാരണം ഇവിടെയുള്ള ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവർക്കും മറ്റെല്ലാ സമുദായത്തിലുള്ളവരെ പോലെ നമ്മളിൽ ഇത്ര വിശ്വാസമുള്ളത് കാരണമാണ് നടക്കുന്നത്. അങ്ങനെയൊക്കെ വഴിയില്ല. പക്ഷെ കേരളത്തിൽ മാത്രം കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ ബുദ്ധിയും ഇല്ല. UDF ആയാലും LDF ആയാലും അവരൊരു ഫിയർ സൈക്കോസിസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അത് നടക്കില്ല. ഈ സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത് സുശീല ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.